ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിതാ വെണ്ടക്ക നല്ല ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി. വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണേ നടുവിൽ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലേക്ക് ലേശം ഉലുവ ഇടുക. ഒരു ഒന്നിങ്ങനെ പൊട്ടി വരുമ്പല്ലേ നമ്മളിതാ വേപ്പിലിടുക. ചട്ടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക അത് നന്നായി വഴന്ന് വരണേ. ഗ്യാസ് ഒന്ന് കുറക്കണം, ഗ്യാസ് ഒന്ന് കുറക്കാം കേട്ടോ. ഓക്കെ, നന്നായി വഴറ്റി വരിക. അതായത് നന്നായി വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മളിതാ ശേഷം ഉപ്പിട്ട് കൊടുക്കണ്ടേ. ഉപ്പിടാണ്. അതാണ് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി. ഏകദേശം മീഡിയം സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഓവർ പുളി വരുള്ളൂ. കാര്യം നമ്മളിതിലേക്ക് പുളി ആഡ് ചെയ്യൂലേ. അപ്പോൾ ആ കഷ്ണം ആക്കി വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണ്ടേ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിനി ആ വെണ്ടയ്ക്കൊക്കെ കുക്കറിലിടണം. അതിന് മുമ്പ് ലേശം പുളിങ്ങ വെള്ളത്തിലിടണം. ഓക്കെ, ഏകദേശം ഒരു പിടി കഷ്ടി. ഓവറായ ഭയങ്കര പുളിപ്പേക്കണം. ലേശം പുളി നമ്മൾ വെള്ളത്തിലിടുക. ലേശം വെള്ളത്തിലിടാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ലോണം കുതിർന്ന് വരും. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്കും തക്കാളിയും ഒക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികളിടാം. ഫസ്റ്റ് ലേശം ഉപ്പിടുന്നുണ്ട് ഞാൻ. കാരണം ഞാൻ നേരത്തെ ലേശം ഉപ്പുള്ളൂ, വഴറ്റി വരാനുള്ളൊരു ഉപ്പിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ലേശം കൂടി ഉപ്പിടുന്നുണ്ട്. ഏകദേശം 1 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ലേശം മുളക് പൊടി. നമ്മൾ 2 പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഓവർ എരി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മുളക് പൊടി ലേശം കൂടി ഇടാം കേട്ടോ. എനിക്ക് ഓവർ എരി ഇഷ്ടമല്ല. അതാണ്. ഓക്കെ, ഇത് മല്ലിപ്പൊടിയാണ്. ഏകദേശം ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ അത് ലേശം സാമ്പാർ പൗഡർ ഇടാം. അതൊരു രുചിക്ക് വേണ്ടിയിട്ടാണ്. ആവശ്യമുള്ളവർക്ക് ഇടാം. ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. ലേശം മതി, ഓവറാവണ്ട. നമ്മൾ വെണ്ടയ്ക്ക കറിയല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ ഓവറാവണ്ട. ഞാൻ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ലേശം വെള്ളം ആഡ് ചെയ്യുക. ഏകദേശം ഒരു 1/2 ഗ്ലാസ് 1/4 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്യുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 3 വിസിലൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്യുക. 3 വിസിലായിട്ടുണ്ട്. അപ്പം സ്റ്റൗ ഓഫ് ചെയ്യാണ്. വെണ്ടയ്ക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ വിസിൽ കളഞ്ഞിട്ടാണ്. ഇതിലേക്ക് ഓവറായി വരും. കുക്കർ വിസിലെടുക്കാനെടുത്ത ടൈം കൊണ്ട് ഞാനൊരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ മുറി എടുത്ത് ചിരകി വെച്ചിട്ടുണ്ട്. 3-4 ചെറിയ ഉള്ളി, ലേശം വലിയ ജീരകം എടുത്തിട്ട് ഇത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം പറഞ്ഞ് നേരത്തെ കുതിരാൻ വെച്ച പുളിങ്ങ നന്നായി പിഴിഞ്ഞ് കറിയിലേക്ക് ഒഴിക്കണം. അതിന് ശേഷം നമുക്ക് തേങ്ങ വരാം. മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കറി നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ മൺചട്ടിയാണ് ഒന്നുകൂടി ഇളക്കാനൊക്കെ സുഖം. ഇതിലേക്ക് നമ്മൾ അരച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കുക. കറി നന്നായി തിളക്കട്ടെ. തേങ്ങയൊക്കെ പറഞ്ഞ് സെറ്റായിട്ടുണ്ട്. എന്തൊക്കെ ഒന്നും വല്ലാതെ വെന്തടേണ്ട. നമുക്ക് ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പില്ലെങ്കിൽ ലേശം കൂടി ഉപ്പ് ആഡ് ചെയ്യണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ലേശം ഉപ്പ് കുറവുണ്ട്. ഞാൻ ലേശം കൂടി ഉപ്പിടുന്നുണ്ട്. കറി നന്നായി തിളക്കാനെടുക്കുന്ന ടൈം കൊണ്ട് ഞാനിവിടെ 3 നല്ല വലിയ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. 3 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതിൻ്റെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 കറിവേപ്പിലയും ഇതാണ് തൂമിക്കാൻ ആവശ്യമായത്. ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി നന്നായി ഗോൾഡൻ കളറാവണ വരെ വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം നന്നായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കറിവേപ്പില എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. സൂപ്പർ ആൻഡ് ടേസ്റ്റി വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ.